കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. സുരേഷ് ഗോപിയുടെ അനുജൻ ഇരട്ട വോട്ട്. സുരേഷ് ഗോപിയുടെ അനുജൻ സുഭാഷ് ഗോപിക്ക് ഇരട്ട വോട്ട്. സുരേഷ് ഗോപിയുടെ അനുജൻ സുഭാഷ് ഗോപിക്ക് മാത്രമല്ല, ഭാര്യ റാണി ഗോപിക്കും കൊല്ലത്തും തൃശ്ശൂരിലും വോട്ട്. അതെങ്ങനെ വന്നു? ഇപ്പോൾ നമ്മൾ കണ്ട സുരേഷ് ഗോപിയുടെ അനുജനും കുടുംബത്തിനുമുള്ള കള്ളവോട്ട്, ഇരട്ട വോട്ട്. ഇരട്ട വോട്ട് എന്നത് വ്യാജമാണ്, അത് തെറ്റാണ്, നിയമവിരുദ്ധമാണ്. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ അനുജന് തന്നെ, ഈ അനുജനും കുടുംബത്തിനും എങ്ങനെയാണ് കൊല്ലത്തും തൃശ്ശൂരിലും ഒരുപോലെ വോട്ട് വരിക? വിവരങ്ങളുമായി ഈ കൈരളി ബിഗ് ബ്രേക്കിങ്ങിൻ്റെ വിവരവുമായി രാജ്കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. രാജ്കുമാർ, നോക്കൂ, ഇരട്ട വോട്ട് എന്നത് കുറ്റകരമായ ഒന്നാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, കൊല്ലത്ത് വോട്ടുള്ള ആൾ തൃശ്ശൂരിലും വോട്ട് വാങ്ങുന്നു എന്നുള്ളതാണ്. അതായത് ഈ വ്യാപകമായി വോട്ട് ചേർക്കലിലെ ക്രമക്കേടുകൾ ആരോപിക്കപ്പെടുന്നതിൻ്റെ വസ്തുതകളുടെ മൂർത്തമായ തെളിവായി ഇതിനെ മുമ്പോട്ട് വെക്കാം. എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ, രാജ്കുമാർ? അതായത് വിജ്ഞാന ഭവൻ ബൂത്ത്, കൊല്ലം ഇരവിപുരം നിയോജക മണ്ഡലം ഭരണിക്കാവ് അമ്പലത്തിന്റെ അടുത്താണ് ഈ ബൂത്ത്. ഭരണിക്കാവ് ക്ഷേത്രത്തിന്റെ അടുത്താണ് ഇവരുടെ കുടുംബ വീട്. ആ കുടുംബ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത് സുരേഷ് ഗോപിയുടെ സഹോദരനും കുടുംബവുമാണ്. കഴിഞ്ഞ ഒരു വർഷമായി അവർ ഇവിടെ ഇല്ല എന്നാണ് അയൽവാസികൾ പറയുന്നത്. എന്തായാലും ഈ വീട്ടിന്റെ പേര് വെച്ചിട്ടും ഈ വീട്ടിന്റെ നമ്പർ വെച്ചിട്ടാണ് പതിറ്റാണ്ടുകളായി ഇവർക്ക് ഇവിടെ വോട്ടുള്ളത്. ആ വോട്ടാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇവിടെ വോട്ടുള്ളപ്പോൾ തന്നെ അവര് തൃശ്ശൂരിൽ വോട്ട് ചേർത്തിരിക്കുന്നു. അതില് ഈ സുഭാഷ് ഗോപിയും ഭാര്യ റാണി ഗോപിയും. സുഭാഷ് ഗോപിയുടെ 1116 ക്രമ നമ്പർ ആണെങ്കിൽ ഭാര്യയുടേത് 1114 ക്രമ നമ്പറിലാണ് ഈ ബൂത്തിൽ വോട്ടുള്ളത്. ഇവർ ഇത്തവണ എന്തായാലും ഇവിടെ വോട്ട് ചെയ്തിട്ടില്ല. അതേസമയം നമ്മൾ ആ കുടുംബവുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത്, അദ്ദേഹം പ്രത്യേകിച്ച് സുഭാഷ് ഗോപി പറഞ്ഞത്, ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് എനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയുന്നത്, എനിക്ക് തിരുവനന്തപുരത്തും ചിലപ്പോൾ ഞാൻ താമസിച്ചിട്ടുണ്ട്, അവിടെയും വോട്ട് കാണുമായിരിക്കും. ഇതൊന്നും ഞാൻ എവിടെയും പോയി വോട്ട് ചെയ്തിട്ടില്ല, വോട്ട് ചെയ്തത് തൃശ്ശൂർ മാത്രമാണ്, മറ്റെവിടെങ്കിലും വോട്ടുണ്ടോ എന്നുള്ളത് തനിക്ക് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും, അതായത് ഈ ക്രമക്കേടിൻ്റെ സൂചനയായി ഇതിനെ കാണാം. കാരണം ഒരു കലം ചോറ് വെന്തോ എന്ന് നോക്കാൻ 2 വറ്റ് മാത്രം എടുത്താൽ മതിയല്ലോ. ഇപ്പോൾ സുരേഷ് ഗോപി അവിടെ ക്യാമ്പ് ചെയ്ത് വ്യാപകമായി മറ്റ് മണ്ഡലങ്ങളിലുള്ളവരെ, അടുപ്പക്കാരെ, BJP-ക്കാരെ ഒക്കെ അവിടെ വോട്ട് ചേർത്തു തൃശ്ശൂരിൽ എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന തെളിവുകൾ നോക്കിയാൽ വിവിധ അപ്പാർട്ട്മെൻറ്റുകളുടെ അഡ്രസ്സിൽ വിവിധ പേരുകൾ വരുന്നു വോട്ടർമാരായി. പക്ഷേ ആ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവർക്ക് അവരെക്കുറിച്ച് അറിയില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ കൈരളി ബിഗ് ബ്രേക്കിംഗ് ചെയ്യുന്നത്. ഈ സുരേഷ് ഗോപിയുടെ സാക്ഷാൽ അനുജനും കുടുംബത്തിനും തന്നെ ഈ അർത്ഥത്തിൽ കൊല്ലത്തും തൃശ്ശൂരിലും വോട്ടുണ്ട് എന്ന്. അതായത് ക്രമക്കേടിൻ്റെ ഒരു സൂചനാ വറ്റായി ഇതിനെ കാണാം, രാജ്കുമാർ. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഫോം നമ്പർ 6 പ്രകാരമാണ് ഒരു ആളെ ഒരു വോട്ടറാക്കി മാറ്റുന്നതും, അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ അതിലൊരു സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ അതിലൊരു പ്രഖ്യാപനമുണ്ട്. താൻ ഇതിന്റെ ഈ നിലവിലുള്ള ഈ ഇലക്ഷൻ കമ്മീഷന്റെ അതിന്റെ നിയമം അനുസരിച്ചാണ് താൻ ഇതെല്ലാം ചെയ്യുന്നത്, ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് ഒപ്പിട്ട് കൊടുത്തുകൊണ്ടാണ് തനിക്ക് ഒരു സ്ഥലത്ത് മാത്രമേ വോട്ടുണ്ടാകൂ, ഇരട്ട വോട്ട്, ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങൾ മുഴുവനും സമ്മതിച്ചുകൊണ്ടാണ് സമ്മതപത്രത്തിൽ ഒപ്പിടുന്നത്. അതാണ് ഫോം നമ്പർ 6 എന്ന് പറയുന്നത്. അതിന്റെ നഗ്നമായ ലംഘനമാണ് ഇവരുടെ കുടുംബം നടത്തിയത്. അതാണ് ഇപ്പോൾ ആരോപണമായി ഉയർന്നു വന്നിട്ടുള്ളത്. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് കൈരളി ബിഗ് ബ്രേക്കിംഗ് ആയി നൽകുന്നത്. സുരേഷ് ഗോപിയുടെ അനുജനും കുടുംബത്തിനും വരെ ഇരട്ട വോട്ട് കൊല്ലത്തുമുണ്ട്, തൃശ്ശൂരിലുണ്ട്. പക്ഷേ ന്യായീകരണമായി പറയുന്നത് തൃശ്ശൂരിൽ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ, തിരുവനന്തപുരത്തും കൂടി വോട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ രാജ്കുമാർ സൂചിപ്പിച്ച പോലെ നിയമവിരുദ്ധമാണത്. അത് നിയമവിരുദ്ധമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾക്ക് അടിവരയിടുന്നത് ആണ് എന്നുള്ളതാണ്.